കേൾക്കാം. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? വെയിറ്റ് ചെയ്യണോ അതോ സ്റ്റാർട്ട് ചെയ്യട്ടെ? ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ അതോ സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്ക്രീൻ കാണാമോ? ഓക്കെ, നമുക്ക് നോക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് മാസ് ഡയഗ്രാം അല്ലെങ്കിൽ മാസ് ഫ്ലോ ഡയഗ്രാം. ഓക്കെ, അപ്പൊ മാസ് ഡയഗ്രാം എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒരു ജോബിൽ അല്ലെങ്കിൽ ഒരു എർത്തിന്റെ സമയത്ത് എത്രത്തോളം എർത്ത് സോയിൽ കട്ട് ചെയ്യണം, എത്ര ഫില്ല് ചെയ്യണം എന്ന് കണ്ടുപിടിക്കണം, വോളിയം കണ്ടുപിടിക്കുന്നതിന് യൂസ് ചെയ്യുന്ന ഡയഗ്രാംസ് ആണ് മാസ് ഫ്ലോ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് എത്രത്തോളം സോയിൽ കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യണം, എത്ര കൊണ്ട് ഫില്ല് ചെയ്യണം, അത് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഡയഗ്രാംസ് ആണ് മാസ് ഫ്ലോ ഡയഗ്രാംസ്. അപ്പോൾ ഈ മാസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂസ് ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ആണ് ഓഫ് ക്യുമുലേറ്റീവ് കട്ട് ആൻഡ് ഫിൽ പ്ലോട്ടഡ് ആസ് കോർഡിനേറ്റ് വേഴ്സസ് സ്റ്റേഷൻ അലോങ് ദ സെൻട്രൽ ലൈൻ ആസ് ആക്സിസ്. അതായത് ഇങ്ങനത്തെ ഒരു ഗ്രാഫിനെയാണ് മാസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഒരു പോർഷനെ, ഈ റൈസിംഗ് ഗ്രേഡിനുള്ള ഈ പോർഷനാണ് കട്ട് എന്ന് പറയുന്നത്, ഇതിനെയാണ് ഫിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ക്യുമുലേറ്റീവ് ഡിസ്പ്ലേനെയാണ് മാസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ ഈ സെൻട്രൽ ലൈനായിട്ട് ഈ എക്സ് ആക്സിസ് ആയിട്ട് കാണിക്കുന്നതാണ് ചെയിനേജ് എന്ന് പറയുന്നത്. ഇതിൽ വൈ ആക്സിസ് ആണ് നമ്മുടെ ക്യുമുലേറ്റീവ് വോളിയം. അപ്പം ഈ ഒരു മാസ് ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ലോപ്പ് ഇങ്ങനെ കൂടി ഇങ്ങനെ വരുന്നത്. അപ്പൊ ഈ അപ്വേർഡ് സ്ലോപ്പിനാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് റൈസ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ കട്ടെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ ഗ്രാഫ് പൊങ്ങി കൂടി വരികയാണെങ്കിൽ അതിനെ കട്ടെന്ന് പറയും. താഴോട്ട് ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പ് വരികയാണെങ്കിൽ അതിനെ ഫിറ്റ് എന്ന് പറയും. ഈ ഒരു ഗ്രാഫിന്റെ പീക്ക് പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പീക്കിനെയാണ് നമ്മൾ ചേഞ്ച് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ ചേഞ്ച് ചെയ്യുന്ന വെച്ചാൽ കട്ടിൽ നിന്ന് ഫില്ലിലോട്ട് വരികയാണ്, അതുപോലെ ഫില്ലിൽ നിന്ന് പോയിന്റ് നിന്ന് കട്ടിലോട്ട് മാറുകയാണ്. അപ്പോൾ ആ ഒരു പീക്ക് പോയിന്റ് വെച്ചിട്ടാണ് ഫില്ല് കട്ടാവുന്നതും കട്ട് ഫില്ലാവുന്നതും. ഓക്കെ, കട്ടെന്ന് പറയുമ്പോൾ നമ്മൾ സോയിൽ കുഴിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സിനാണ് കട്ടെന്ന് പറയുന്നത്. ഫില്ല് എന്ന് പറയുമ്പോൾ കൊണ്ടുപോയി നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണ് സോയിൽ ആവശ്യമുള്ളത് അവിടെ നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ് ഫില്ല് എന്ന് ഉദ്ദേശിക്കുന്നത്. കട്ടെന്ന് പറയുമ്പോൾ നമ്മൾ സോയിൽ റിമൂവ് ചെയ്യുന്നത്, അതിനാണ് കട്ടെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പീക്ക് പോയിന്റ് വെച്ചിട്ടാണ് കട്ടിൽ നിന്ന് ഫില്ലാവുന്നതും ഫില്ലിൽ നിന്ന് ഇവിടെ നിന്ന് കട്ടാവുന്നതും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഈ അപ്വേർഡ് സ്ലോപ്പ് ആണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യാണ്, ഇതിനെയാണ് കട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഡൗൺവേർഡ് സ്ലോപ്പിനെയാണ് ഫില്ല് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇവിടെ ഒരു പീക്ക് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പീക്ക് പോയിന്റ് ഉണ്ട് ഗ്രാഫിന്റെ. ആ ഒരു പീക്കിൽ വെച്ചിട്ടാണ് ഇത് ചേഞ്ച് ആവുന്നത്, കട്ട് ഫില്ലാവുന്നതും ഫില്ല് കട്ടാവുന്നത്. ഓക്കെ, ഇതിനകത്ത് ക്യുമുലേറ്റീവ് വോളിയം ഓഫ് എർത്ത് വർക്ക് എടുക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസിൽ വൈ 0 ആണല്ലോ, അതിനാണ് ഈ ക്യുമുലേറ്റീവ് വോളിയം എന്ന് പറയുന്നത്. അപ്പം വൈ ആക്സിസ് 0 ആയിരിക്കും എക്സ് വരുന്നത്. അതായത് ക്യുമുലേറ്റീവ് വോളിയം ഓഫ് എർത്ത് വർക്ക് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ ഈ ഒരു വോളിയം ഓഫ് എർത്ത് വർക്ക് എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും.
ഈ ഒരു കർവില് രണ്ട് പോയിന്റ്സ് തമ്മിൽ ഹൊറിസോണ്ടൽ ലൈൻ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പോയിന്റ്സിൽ വോളിയം എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിരിക്കും. അപ്പം ഈ ഒരു ഗ്രാഫിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇത് തമ്മിൽ ജോയിൻ ചെയ്ത ഹൊറിസോണ്ടൽ ലൈൻ വെച്ചാൽ ഈ ഒരു പോയിന്റ് രണ്ട് പോയിന്റ്സ് തമ്മിൽ വോളിയം ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ ഗ്രാഫ് ഇങ്ങനെ കൂടിയിട്ട് എക്സ് ആക്സിസ് കട്ട് ചെയ്ത് താഴോട്ട് വരികയാണ്. ഇങ്ങനെ വരുമ്പോൾ താഴെ നെഗറ്റീവ് വാല്യൂയാണ്, ഈ മുകളിലോട്ട് വരുന്നതിന് പോസിറ്റീവ് എന്ന് പറയും. അപ്പോൾ ഗ്രാഫ് താഴോട്ട് വന്ന് നെഗറ്റീവ് ആവാൻ പറ്റില്ല. ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ നമുക്ക് സോയിൽ കുറവാണ്, നമുക്ക് പിന്നെയും ഫില്ല് ചെയ്യണം. ഓക്കെ, ഒരു പോസിറ്റീവ് വാല്യൂ ആണ് ഇതുപോലെ വരുന്നതെങ്കിൽ അവിടെ എക്സസ് സോയിലുണ്ട്, അത് നമുക്ക് വേസ്റ്റേജ് ആണ്, അത്ര നമുക്ക് ആവശ്യമില്ല. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പോസിറ്റീവ് പോർഷൻ എന്ന് പറയുന്നത് കട്ട്, നെഗറ്റീവ് പോർഷനാണ് ഫില്ല്. ഫില്ലിൽ നിന്ന് എക്സ്ട്രാ സോയിൽ വരികയാണെങ്കിൽ അതിന് വേസ്റ്റേജ് എന്ന് പറയും. താഴെ കർവ് വരുന്നെങ്കിൽ അത് ബോറോ, നമുക്ക് അവിടെ സോയിൽ ആവശ്യമുണ്ട്, ഇനിയും കൊണ്ടുപോയി ഫില്ല് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രാഫ് ക്ലിയർ ആണോ? ഈ മാസ് കർവിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ നോക്കിയാൽ റൈസിംഗ് പോർഷനാണ് ഫില്ല് എന്ന് പറയുന്നത്. താഴോട്ട് വരികയാണെങ്കിൽ അതിനെ ഫോളിങ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്താണ് കട്ടെന്ന് പറയും. ഇതിനകത്ത് ഈ ഗ്രാഫിൽ സ്റ്റീപ്പായിട്ടാണ് സ്ലോപ്പ് വരുന്നത്. നമുക്ക് സാധാരണ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു സ്മൂത്ത് കർവാണ് വരുന്നത്, അതിന് പകരം സ്റ്റീപ്പായിട്ടുള്ള ഒരു സ്ലോപ്പാണ് ഇങ്ങനെ കിട്ടുന്നെങ്കിൽ അവിടെ ഹെവി കട്ടും ഹെവി ഫില്ലുമാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ഫ്ലാറ്റ് സ്ലോപ്പ് വരെയാണെങ്കിൽ, അതായത് സ്ലോപ്പ് കുറവാണെങ്കിൽ അവിടെ കുറച്ച് എമൗണ്ട് ഓഫ് എർത്ത് മാത്രം മതി. അതായത് സ്ലോപ്പ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെറിയ സ്ലോപ്പ് വരെയാണെങ്കിൽ അതിനർത്ഥം അവിടെ എർത്തിന്റെ എമൗണ്ട് കുറവാണ്. ഓക്കെ, രണ്ട് പോയിന്റ്സ് തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ എക്സവേഷന്റെ വാല്യൂ കിട്ടും. ഓക്കെ, നമ്മൾ ഈ മാസ് ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇതാണ് ഡയഗ്രം വരുന്നത്. ഇതിനകത്ത് നമ്മൾ രണ്ട് പോയിന്റ്സ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്ത് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ബാലൻസ് ഓഫ് എക്സ്പ്രഷൻ ആണ് നടക്കുന്നത്. അവിടുത്തെ ഫില്ലും കട്ടും സെയിം ആയിരിക്കും ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ. ഇതാണ് ഈ ഹൊറിസോണ്ടൽ ലൈൻ. ഇവിടുത്തെ ഈ രണ്ട് പോയിന്റ്സിൽ എമൗണ്ട് ഓഫ് കട്ടും എമൗണ്ട് ഓഫ് ഫില്ലും സെയിം ആയിരിക്കും. സ്ലോപ്പ് 0 വരുന്ന പോയിന്റ്സിൽ ആണ് കട്ടിൽ നിന്ന് ഫില്ലായിരിക്കും, അല്ലെങ്കിൽ ഫില്ലിൽ നിന്ന് കട്ടിലേക്കും വരുന്നത്. അതായത് ഇവിടെ സ്ലോപ്പ് 0 ആണ്, ഇവിടെ സ്ലോപ്പ് 0 ആണ്. പിന്നെ ഈ ഹയസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് പോയിന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്ന ക്രോസിംഗ് പോയിന്റ്സ്. ഇതൊരു ഹയസ്റ്റ് പോയിന്റ് ആണ്, ഇതൊരു ലോവസ്റ്റ് പോയിന്റ് ആണ്. ഈ ഒരു പീക്ക് പോയിന്റ് വെച്ചിട്ടാണ് കട്ടിൽ നിന്ന് ഫില്ലിലേക്ക്, ഫില്ലിൽ നിന്ന് കട്ടിലേക്ക് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഈ 6 മാസ് കർവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഡെഫിനിഷനും ഇമ്പോർട്ടൻസ് റേസസ്. ഓക്കെ, ബൾക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്കവേഷൻ കഴിഞ്ഞിട്ട് സോയിൽ കൊണ്ട് ഡംപ് ചെയ്യുമ്പോൾ ഒരു വോളിയം ഇൻക്രീസ് ഉണ്ടാകും. ആ ഡിക്രീസ് ഇൻ വോളിയം ഓഫ് എർത്തിനാണ് ബൾക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എർത്ത് കൊണ്ട് അല്ലെങ്കിൽ സോയിൽ കൊണ്ട് ഇട്ടിട്ട് കോമ്പാക്ട് ചെയ്യണം, അതായത് റോളറൊക്കെ വെച്ച് കോമ്പാക്ട് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ആവുകയാണെങ്കിൽ അതിനാണ് ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സൈറ്റിൽ നിന്ന് വേറെ സൈറ്റിലേക്ക് സോയിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യണം. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ആണ് നമുക്ക് കവർ ആയത്, അതിനാണ് ഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആവറേജ് ഹോൾ ഡിസ്റ്റൻസ്. ആവറേജ് ഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കട്ടുമുണ്ട്, ഇവിടെ ഒരു ഫില്ലുണ്ട്. ഈ ഒരു ഫിഗറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഈ ഒരു ഫിഗറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ആവറേജ് ഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് കട്ടിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഈ ഒരു ഫില്ലിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനാണ് ആവറേജ് ഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫ്രീ ഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ എസ്റ്റിമേഷൻ കണ്ടുപിടിക്കുന്ന ഒരു ചാർട്ട് ഉണ്ട്. അതിനകത്താണ് നമ്മൾ എത്ര സോയിൽ വേണം, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ബ്രിക്സ് വേണം, അല്ലെങ്കിൽ എത്ര സിമെന്റ് വേണം എന്നൊക്കെ ഓരോ വോളിയം അനുസരിച്ച് അതിന് റേറ്റ് ഫിക്സ് ചെയ്യും. ആ ഫിക്സ് ചെയ്ത് ആ കാണിക്കുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിനകത്ത് എക്സ്കവേഷന് പെർ മീറ്റർ ക്യൂബിന് എത്ര രൂപയാണ് പറഞ്ഞിരിക്കും. അതിനകത്ത് ആ എക്സ്കവേഷനകത്ത് തന്നെ ഈ ഡിസ്റ്റൻസ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സോയിലിനുള്ള പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കും. ആ ഒരു പ്രൈസിനെ അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിനെയാണ് ഫ്രീ ഹോൾ ഡിസ്റ്റൻസ് പറയുന്നത്. അപ്പോൾ ഫ്രീ ഹോൾ ഡിസ്റ്റൻസ് പറയുമ്പോൾ
അപ്പം ഫ്രീ ഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്കവേഷൻ അതിനകത്ത് തന്നെ ഈ പ്രൈസ് ഇൻക്ലൂഡ് ആയിരിക്കും. നമുക്കിപ്പം പെർ മീറ്റർ ക്യൂബിക് ഇത്ര എക്സ്കവേറ്റ് ചെയ്യണം, അതിന് ഒരു പ്രൈസ് ഫിക്സ് ചെയ്ത് വെച്ചേക്കും. അതിൻ്റെ കൂടെ തന്നെയായിരിക്കും ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രൈസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എക്സസ് എമൗണ്ട് ആവുന്നില്ല. അപ്പോൾ അഥവാ കുറച്ചും കൂടെ സോയിൽ നമുക്ക് എക്സ്കവേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ എക്സസ് ആയിട്ട് കാണിക്കേണ്ടി വരും, അതിന് എക്സ്ട്രാ എമൗണ്ട് ആവും. അപ്പോൾ ആ എക്സ്ട്രാ ഡിസ്റ്റൻസ് ഓഫ് ട്രാൻസ്പോർട്ടിനാണ് നമ്മൾ ഓവർഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫ്രീ ഹോൾ ഡിസ്റ്റൻസ് കഴിഞ്ഞ് എക്സ്ട്രാ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഡിസ്റ്റൻസിനെയാണ് ഓവർഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ലോഡും അതിൻ്റെ ആ ഹോൾ ഡിസ്റ്റൻസ് ആണ് മൾട്ടിപ്ലൈ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ സമ്മിനെയാണ് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോൾ എന്ന് പറയുമ്പോൾ ഷുഡ് ബി ഈക്വൽ ടു ദ ടോട്ടൽ വോളിയം എക്സ്കവേഷൻ മൾട്ടിപ്ലൈഡ് ബൈ ആവറേജ് ഹോൾ ഡിസ്റ്റൻസ്. അതായത് നമുക്ക് എത്ര ടോട്ടൽ വോളിയം എക്സ്കവേഷൻ ഉണ്ട് മൾട്ടിപ്ലൈഡ് ബൈ ആവറേജ് ഹോൾ ഡിസ്റ്റൻസ്, അതിനെയാണ് ഹോൾ എന്ന് പറയുന്നത്. ഓവർഹോൾ എന്ന് പറയുമ്പോൾ എക്സസ് ആയിട്ട് വരുന്ന വോളിയത്തിനെയാണ്, അതിൻ്റെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഓവർഹോൾ എന്ന് പറയുന്നത്. ഇനി ഈ ഓവർഹോളിന് ഒരു യൂണിറ്റ് ഉണ്ട്. അതായത് നമ്മൾ 1 മീറ്റർക്ക് പോയ ഒരു 100 മീറ്ററിൽ കൊണ്ട് ഡംപ് ചെയ്യണം അല്ലെങ്കിൽ മൂവ് ചെയ്യണം. അപ്പോൾ ആ ഒരു യൂണിറ്റ് 1 മീറ്റർ ക്യൂബ് ബൈ 100 മീറ്റർ, ഇതിനെയാണ് സ്റ്റേഷൻ മീറ്റർ എന്ന് പറയുന്നത്. ഈ ഓവർഹോൾ ചെയ്യുന്നതിൻ്റെ യൂണിറ്റ് ആണ്. ഇപ്പം ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് പറയുന്ന പോലെ ഈ ഓവർഹോളിന്റെ യൂണിറ്റ് ആണ് സ്റ്റേഷൻ മീറ്റർ. ഇനി ബോറോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ സോയിൽ കുറവാണ്. അപ്പോൾ കുറവാകുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. അപ്പോൾ ആ കൊണ്ടുവരുന്ന എമൗണ്ടിനാണ് ബോറോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് എക്സസ് സോയിൽ കിടപ്പുണ്ട്, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സോയിലുണ്ട് ഭൂമിയിൽ. അപ്പോൾ ആ ഒരു എക്സസ് വോളിയത്തിനാണ് വേസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേസ്റ്റേജ് എന്ന് പറയുന്നത്. ഇത്രയും ഡെഫിനിഷൻസ് ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് നോക്കാൻ വന്ന യൂസസ് ആണ്. യൂസ് ഓഫ് മാസ് ഡയഗ്രം എന്ന് പറയുമ്പോൾ പ്രശ്നം നമുക്കൊരു റോഡ് അല്ലെങ്കിൽ റെയിൽവേ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പം അതിനകത്ത് പല രീതിയിൽ നമുക്ക് എർത്ത് വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതായത് വലിയ ലോറി യൂസ് ചെയ്യാം, ചെറിയ ലോറി അല്ലെങ്കിൽ ചെറിയ ഓട്ടോസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് പല വോളിയത്തിലുള്ള ട്രക്സ് ഉണ്ട്, വലിയ ഉപയോഗിച്ചുണ്ട്. അപ്പം ഏത് യൂസ് ചെയ്താലും നമുക്ക് മാക്സിമം ഇക്കണോമിക്കലായിട്ട് കിട്ടുന്നത് അത് കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മാസ് ഫ്ലോ ഡയഗ്രം യൂസ് ചെയ്യാൻ പറ്റും. ഒരു റോഡ് അല്ലെങ്കിൽ റെയിൽവേ കൺസ്ട്രക്ഷൻ സമയത്ത് ഈ എർത്തിനെ സോയിലിനെ മൂവ് ചെയ്യാനായിട്ട് പല രീതിയിൽ പറ്റും. അതിൽ ഏതാണ് ബെസ്റ്റ് എക്കണോമിക് എന്ന് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് മാസ് ഫ്ലോ ഡയഗ്രം യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഏത് ഡിസ്റ്റൻസിൽ വെച്ചിട്ടാണ് ഈ വോളിയം ഓഫ് കട്ട് ആൻഡ് വോളിയം ഓഫ് ഫില്ല് ബാലൻസ് ആവുന്നത്. നമ്മൾ കട്ട് ചെയ്ത അതേ എമൗണ്ട് തന്നെ ഓരോ സ്ഥലത്ത് കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡിസ്റ്റൻസ് അത് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്, ബാലൻസ് ആവുന്നത്, അത് കണ്ടുപിടിക്കാൻ നമുക്ക് മാസ് ഫ്ലോ ഡയഗ്രം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് വർക്ക് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് കൊണ്ട് മൂവ് ചെയ്യണം ആൻഡ് ഏത് ഡയറക്ഷൻ മൂവ് ചെയ്യണം അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും മാസ് ഫ്ലോ ഡയഗ്രം. പിന്നെ നമുക്ക് ഏതൊക്കെ ഏരിയസിൽ നിന്ന് മെറ്റീരിയൽസ് ബോറോ ചെയ്യാം, അതിന് എത്ര എമൗണ്ട് ആവും അത് നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എവിടെയാണ് നമ്മൾ എക്സസ് വന്ന സോയിൽ കളയേണ്ടത്, ആ കൊണ്ട് കളയുന്നതിന് എത്ര എമൗണ്ട് ആവും അതും ഈ മാസ് ഫ്ലോ ഡയഗ്രം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തതെന്ന് പറയുമ്പം ഏത് വഴി കൂടെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ എക്കണോമിക്കലായിട്ട് നമുക്ക് പല റൂട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു സൈറ്റിൽ നിന്ന് വേറെ സൈറ്റിലോട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ നമ്മൾ എടുത്ത് കൊണ്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും എക്കണോമിക്കലായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഏത് ഡയറക്ഷൻ ആണെങ്കിലും ഏത് റൂട്ടാണ് നല്ലത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മാസ് ഫ്ലോ ഡയഗ്രം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് പോളിസി അഡോപ്റ്റ് ചെയ്താൽ നമുക്ക് മോസ്റ്റ് എക്കണോമിക് യൂസ് ഓഫ് പ്ലാന്റ്, ഒരു പ്ലാന്റ് ഉണ്ട് കൺസ്ട്രക്ഷൻ പ്ലാന്റ്, ആ പ്ലാന്റ് നമുക്ക് ഏറ്റവും എക്കണോമിക്കലായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മാസ് ഫ്ലോ ഡയഗ്രം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസ്റ്റൻസസ് ഓവർ വിച്ച് വോളിയം ഓഫ് കട്ട് ആൻഡ് ഫിൽ ആർ മൂവ്, ഏത് ഡിസ്റ്റൻസിൽ കൂടെ നമുക്ക് ഈ കട്ടിന്റെയും ഫില്ലിന്റെയും വോളിയം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, അത് കണ്ടുപിടിക്കാൻ ഈ മാസ് ഫ്ലോ ഡയഗ്രം യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഈ മാസ് ഫ്ലോ ഡയഗ്രത്തിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു പ്രോബ്ലം നമുക്ക് ചോദിക്കുകയില്ല, പക്ഷേ ഈ മാസ് ഫ്ലോ ഡയഗ്രത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതെന്താണ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഒരു പ്രോബ്ലം നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മാസ് ഫ്ലോ ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നാണ് ഈ പ്രോബ്ലത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ നമുക്ക് ചെയിനേജ് തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് കട്ടിങ് തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ഫില്ലിങ് തന്നിട്ടുണ്ട്. ചെയിനേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വർക്ക് നടത്തുന്ന സ്ഥലത്തിൻ്റെ സെൻട്രൽ ലൈനിൽ കൂടെ ചെയിനെ വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. ഇവിടെ ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം 0 to 30 ഉണ്ട്, 30 to 60, 60 to 90, അങ്ങനെ 30 മീറ്റർ വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അവിടെ യൂസ് ചെയ്ത ചെയിൻ എന്ന് പറയുമ്പോൾ 30 മീറ്റർ ലെങ്ത് ഉള്ള ചെയിൻ വെച്ചിട്ടാണ് നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്തത്. എന്നിട്ട് ആ ഓരോ മീറ്ററിലും എത്രത്തോളം ഏരിയ കട്ട് ചെയ്തു അല്ലെങ്കിൽ എത്ര ഫിൽ ചെയ്തു എന്നും കൂടെ ഈ ടേബിളുണ്ട്.
ഈ ടേബിൾ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിനകത്ത് ചെയിനേജ് തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് കട്ടിങ് തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ഫില്ലിംഗ് തന്നിട്ടുണ്ട്. യൂണിറ്റ് എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വരയ്ക്കാൻ പറ്റും. ക്രോസ് സെക്ഷൻ വരയ്ക്കുമ്പോൾ ചെയിനേജ് എക്സ് ആക്സിസിലാണ് വരയ്ക്കും. നമ്മൾ ക്രോസ് സെക്ഷൻ വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിൽ ചെയിനേജ്, അതായത് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. കട്ടിങ് മുകളിലോട്ടും വരും, ഫില്ലിങ് താഴോട്ടും വരും. ഓക്കെ, കട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ട്, അതായത് ഈ ബേസ് ലൈനിന്റെ മുകളിലോട്ട് വരുന്ന പോർഷനാണ് കട്ടിങ്, അത് പോസിറ്റീവ് ആയിട്ട്. ബേസ് ലൈനിന് താഴോട്ട് വരുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത് ഫില്ലിങ്. ഇനി നമ്മൾ ഇതിന്റെ കട്ടിങ്ങിന്റെയും ഫില്ലിങ്ങിന്റെയും വോളിയം കണ്ടുപിടിക്കും. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഏരിയ ആണ് തന്നിട്ടുള്ളത്, അത് വെച്ചിട്ട് നമ്മൾ വോളിയം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം ഈ ചെയിനേജ് 0, 30, 60, 90, 120 അങ്ങനെയാണ് ഇൻക്രീസ് ചെയ്ത് ഡിസ്റ്റൻസ് പോകുന്നത്. അപ്പം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. അപ്പോൾ 30 മീറ്റർ ചെയിൻ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമുക്ക് വോളിയം ഓഫ് കട്ടിങ് കണ്ടുപിടിക്കണം. വോളിയം ഓഫ് കട്ടിങ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ആവറേജ് ഏരിയ കണ്ടുപിടിച്ചു, മൾട്ടിപ്ലൈഡ് ബൈ അവിടുത്തെ ഒരു ചെയിനിന്റെ ലെങ്ത്. നമുക്കിപ്പോൾ ആദ്യത്തെ രണ്ട് പോയിന്റ്സ് ഒക്കെയാണ്, ഏരിയ 0 ഉണ്ട്, 18 ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? 0 + 18/2, 9 എന്നത്. അപ്പം ആവറേജ് ഏരിയ ഇൻറ്റു അവിടുത്തെ ഒരു ചെയിനിന്റെ ലെങ്ത് 30 മീറ്റർ. അപ്പോൾ 9 × 30 എന്ന് പറയുമ്പോൾ 270. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വോളിയം ഓഫ് കട്ടിങ് കിട്ടിയത്. നമ്മൾ പറയാം നമുക്ക് ഏരിയ ഉണ്ട്, രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഏരിയ ഉണ്ട്, 0 ഉണ്ട്, 18 ഉണ്ട്. നമ്മൾ ആദ്യം ഇതിന്റെ ആവറേജ് കണ്ടുപിടിച്ചു. 0 + 18/2 അത് 9 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ അവിടുത്തെ ഒരു ചെയിനിന്റെ ഡിസ്റ്റൻസ് 30 മീറ്റർ. അപ്പോൾ 9 × 30 എന്ന് പറയുമ്പോൾ 270. അങ്ങനെ നമ്മൾ വോളിയം ഓഫ് കട്ടിങ് എല്ലാം കണ്ടുപിടിക്കും. അടുത്ത വോളിയം ഓഫ് ഫില്ലിംഗ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏരിയ ഓഫ് ഫില്ലിംഗ് വെച്ചിട്ടാണ് വോളിയം ഓഫ് ഫില്ലിംഗ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആവറേജ് ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 300 കിട്ടി എങ്ങനെ നോക്കാം. 0 കൊണ്ട് 20 എടുത്തു. 0 + 20/2 എന്താണ്? 10 ആണ്. 10 മൾട്ടിപ്ലൈ ബൈ ഇത് തമ്മിലുള്ള ചെയിൻ ലെങ്ത് 30 മീറ്റർ. അങ്ങനെയാണ് 300. അങ്ങനെ സിമിലർലി ഈ എല്ലാ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഏരിയ ഓഫ് കട്ടിങ് വെച്ചിട്ട് നമ്മൾ വോളിയം ഓഫ് കട്ടിങ് കണ്ടുപിടിക്കും, ഏരിയ ഓഫ് ഫില്ലിംഗ് വെച്ചിട്ട് വോളിയം ഓഫ് ഫില്ലിംഗ് കണ്ടുപിടിക്കും. ഇനി ലാസ്റ്റ് നമ്മൾ ഫോളോ എന്ന് പറയുമ്പോൾ ക്യുമുലേറ്റീവ് വോളിയം. അതായത് ഇപ്പം ആദ്യം 0-ൽ ഏരിയ ഇല്ല, വോളിയം ഇല്ല. അടുത്ത 30 മീറ്റർ വരുമ്പോൾ വോളിയം ഓഫ് കട്ടിങ് എന്ന് പറയുമ്പോൾ 270 ആണ്. അപ്പോൾ നമ്മൾ 270 തന്നെ എഴുതും. അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വോളിയം ഓഫ് കട്ടിങ് 870 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ 270 + 870 ചെയ്യും. അപ്പം 1140 കിട്ടും. അപ്പോൾ അടുത്ത വോളിയം കണ്ടുപിടിക്കാനായിട്ട് ഈ 1140 + 1260 ചെയ്യുമ്പോൾ 2400 കിട്ടും. അങ്ങനെ നമ്മളിങ്ങനെ ഡയഗ്രാം കൂടി ആഡ് ചെയ്ത് ക്യുമുലേറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ കട്ടിങ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യും. ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ട് നേരത്തെ കിട്ടിയ വാല്യൂ കൂടെ മൈനസ് ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ക്യുമുലേറ്റീവ് വോളിയം ഫുൾ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ മാസ് ഫ്ലോ ഡയഗ്രാം വരയ്ക്കും. മാസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചെയിനേജ്, അതായത് ഈ ഒരു ഫസ്റ്റ് കോളമാണ് നമ്മുടെ എക്സ് ആക്സിസ് ആയിട്ട് വരുന്നത്, വൈ ആക്സിസ് ആയിട്ട് വരുന്നതാണ് ക്യുമുലേറ്റീവ് വോളിയം. അപ്പം ചെയിനേജ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസും ക്യുമുലേറ്റീവ് വോളിയം വൈ ആക്സിസുമാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിന്റെ ക്രോസ് സെക്ഷൻ വരുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ മാസ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ ചെയിനേജ് എക്സ് ആക്സിസിലും ക്യുമുലേറ്റീവ് വോളിയം വൈ ആക്സിസിലും വരയ്ക്കും. ഇത്രയും ക്ലിയർ ആണ്? ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഈ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, എ ടു ഡി എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ കയറി അതായത് കൂടിക്കൂടി വരികയാണ്.
അതായത് ഇവിടെ പോസിറ്റീവ് സ്ലോപ്പ് ആണ് വരുന്നത്. അപ്പോൾ എ ടു ബി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എക്സ്കവേഷൻ ആണ്. ഡി ബി എന്ന് പറയുന്നത് ഫില്ലിംഗ് ആണ്, കാരണം നെഗറ്റീവ് സ്ലോപ്പ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ എ ടു ഡി എന്ന് പറയുമ്പോൾ റൈസ് ചെയ്ത് പോവാണ്, കയറി വരികയാണ് വാല്യൂ. ഇവിടെ കുറഞ്ഞു വരികയാണ്. അപ്പം പോസിറ്റീവ് വാല്യൂ കിട്ടുന്നതിനാണ് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് വാല്യൂ കിട്ടുമ്പോഴാണ്, ഒരു നെഗറ്റീവ് സ്ലോപ്പ് വരുമ്പോഴാണ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് നമ്മൾ വൈ കോർഡിനേറ്റ്, അതായത് വൈ ആക്സിസിന്റെ കോർഡിനേറ്റ്, ഇപ്പം ഇവിടെ ഇത്രയൊരു ഡിസ്റ്റൻസ്, ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എടുത്താൽ ആ ഒരു പോയിന്റിലുള്ള നെറ്റ് വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. വോളിയം ഓഫ് കട്ടിങ്ങും വോളിയം ഓഫ് ഫില്ലിംഗ് തമ്മിൽ മാച്ച് ചെയ്ത് നമുക്ക് നെറ്റ് വോളിയം കിട്ടും. ഈ ഡി എന്ന് പറയുന്നത് ഇതിന്റെ പീക്ക് പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം പോയിന്റ്. ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് എക്സ്കവേഷൻ കട്ടിങ്ങും തെറ്റാവുന്നത്. അതായത് കട്ട് ചെയ്ത് വന്ന് മാക്സിമം എത്തി, പിന്നെ ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് ഫിൽ ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സ്കവേറ്റ് മാക്സിമം എത്തി, മാക്സിമം പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത്ര എമൗണ്ട് നമ്മൾ തിരിച്ച് ഫിൽ ചെയ്യും. അതാണ് ഈ പീക്ക് പോയിന്റ് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഈ സി എന്ന് പറയുന്നതാണ് മിനിമം പോയിന്റ്. ആ മിനിമം പോയിന്റ് വെച്ചിട്ടാണ് എംബാങ്ക്മെന്റ് അതിന്റെ കൺസ്ട്രക്ഷൻ ആയിട്ട് കട്ടിങ് അല്ലെങ്കിൽ ഫില്ലിംഗ് തീരുന്നത്. ഓക്കെ, സിയിൽ വെച്ചിട്ടാണ് ഫില്ലിംഗ് തീരുന്നത്. മുകളിലോട്ട് വരുന്നതാണ് കട്ടിങ്, താഴോട്ട് വരുന്നതാണ് ഫില്ലിംഗ്. നമ്മൾ ഇവിടെ നോക്കിയാൽ ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ആ ഒരു ബി ഒരു പോയിന്റ് വെച്ചിട്ട് ഈ ഗ്രാഫ് എക്സ് ആക്സിനെ കട്ട് ചെയ്ത് താഴോട്ട് നെഗറ്റീവിലോട്ട് വരണം. അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ചേഞ്ച് ആയി. ആ ഒരു ബിയിൽ വെച്ചിട്ടാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പൊ ആ ബി എന്ന് പറയുന്നതാണ് ബാലൻസിങ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം എ ബി എന്ന് പറഞ്ഞ ലൈൻ എടുക്കുകയാണെങ്കിൽ ആ എ ബിയെ നമുക്ക് ബാലൻസിങ് ലൈൻ എന്ന് പറയാൻ പറ്റും. ഇതുപോലെ വേറൊരു ലൈൻ ഉണ്ട് ഇ എഫ് എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ്. ഇതും ഒരു ബാലൻസിങ് ലൈൻ ആയിട്ട് തന്നെ പറയാൻ പറ്റും. കാരണം ഈ രണ്ട് പോയിന്റ്സ് ആയിരിക്കും അവിടുത്തെ വോളിയം ഓഫ് കട്ടിങ്ങും വോളിയം ഓഫ് ഫില്ലിങ്ങും സെയിം ആയിരിക്കും. അപ്പോൾ ബാലൻസിങ് ലൈൻ എന്ന് പറയുമ്പോൾ ഏതൊരു ലൈനിലാണ് വോളിയം ഓഫ് കട്ടും വോളിയം ഓഫ് ഫില്ലിംഗ് സെയിം ആണ്, അതിനാണ് ബാലൻസിങ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബാലൻസിങ് ലൈനിന്റെ ലെങ്ത് മൾട്ടിപ്ലൈ ബൈ അവിടുത്തെ ഒരു ഹോൾ ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഹോൾ ഡിസ്റ്റൻസ് കിട്ടും. എന്നാലും പറയാം, നമ്മൾ ഈ ബാലൻസിങ് ലൈനിന്റെ ലെങ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മാക്സിമം ഹോൾ ഡിസ്റ്റൻസ് കിട്ടും. എയിൽ നിന്നുള്ള എത്രത്തോളം നമ്മൾ മാക്സിമം ഡിസ്റ്റൻസിലാണ് സോയിൽ മൂവ് ചെയ്തത്, അതാണ് മാക്സിമം ഹോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കർവിനകത്ത് ഇൻക്ലൂഡ് ചെയ്തായിരിക്കും കർവ് ഏരിയ ബൗണ്ടഡ് ബൈ ദിസ് കർവ്. ഈ ഒരു കർവിനകത്ത് വരുന്ന ഒരു ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ദ ബാലൻസിങ് ലൈൻ, അതിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമുക്കിവിടെ രണ്ട് ബാലൻസിങ് ലൈൻ ഉണ്ട്, എ ബി ഉണ്ട്, ഇ എഫ് ഉണ്ട്. ഇ എഫിന്റെ ടേംസ് പറയുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ, ഈ ഒരു കർവ്, ഈ ഒരു കർവും ഈ ഒരു ലൈനും ഇതിന്റെ അകത്ത് വരുന്ന കവർ ചെയ്യുന്ന ഏരിയ, ആ ഏരിയയുടെ മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കർവിനകത്ത് വരുന്ന ഏരിയ, അതിനെയാണ് ഹോൾ എന്ന് പറയുന്നത്. നമ്മൾ ഏരിയ ഓഫ് കട്ടും ഏരിയ ഓഫ് ഫില്ലും തമ്മിലുള്ള ആദ്യം സം എടുക്കുമ്പോൾ മിനിമം ഹോൾ ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു കർവ് നോക്കിയാൽ ഇങ്ങനെ കൂടി വന്നിട്ട് ബിയും കടന്ന് താഴോട്ട് നെഗറ്റീവിലോട്ട് പോവാണ്. അതായത് ഇവിടെ ഫില്ല് ചെയ്യാൻ കുറച്ചും കൂടെ സോയിൽ ആവശ്യമുണ്ട്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ താഴോട്ട് വരുന്ന ഫില്ലാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ വന്നതുകൊണ്ട് എന്താണ് അർത്ഥം? നമുക്ക് സോയിൽ ഇനിയും എക്സസ് ആയിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് ബോറോ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ഏരിയ അല്ലാത്ത കർവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വെഹിക്കിൾസ് വേണം, അതായത് എത്ര ലോറീസ് വേണം, ആ ഒരു ഓരോ ലോറിക്ക് എത്ര വോളിയം കൊണ്ടുപോകാൻ പറ്റും, ആ എത്ര വോളിയത്തിന് എത്ര രൂപയാവും ട്രാൻസ്പോർട്ടേഷൻ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മാസ് ഫ്ലോ ഡയഗ്രം കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് മാസ് ഫ്ലോ ഡയഗ്രം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യണം?
ഇത് ഇന്ന് തന്നെ നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ വന്ന് ചോദിച്ചാൽ മതി. ഇതിന്റെ നോട്ട് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം, PPT ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ മാസ് ഫ്ലോ ഡയഗ്രം പറയുന്നത്. സെക്കൻഡ് മോഡ്യൂളിന്റെ ചാപ്റ്ററാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. യു ക്യാൻ ലീവ്.